സംസാരിക്കും. അപ്പൊ ആദ്യം ഞാൻ നന്ദി പറയാം. വളരെ വൈകി, വളരെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച് എന്നെ കാത്തിരുന്ന എൻ്റെ സഹോദരങ്ങൾക്ക്, നല്ലവരായ നാട്ടുകാർക്ക് ഞാൻ ആദ്യമായി ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. നമ്മൾ ഒരു മത്സരം എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ആലപ്പുഴയുടെ മണ്ണിൽ നമ്മളൊരു പോരാട്ടം നടത്തുകയാണ്. ആ പോരാട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാട്ടിൽ നമ്മുടെ കുടുംബങ്ങളിൽ ജനിച്ച് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് അന്തസ്സോടെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു ജോലി, ഒരു ഉദ്യോഗം കിട്ടാൻ പറ്റിയ ഒരു സ്ഥാപനം പോലും നമ്മുടെ നാട്ടിലില്ല. എറണാകുളത്ത് ചെന്നാലുണ്ട്, മദ്രാസിൽ ചെന്നാൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ജോലി കിട്ടാൻ അവസരങ്ങളുണ്ട്, ബാംഗ്ലൂരിലുണ്ട്, ബോംബെയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്. പക്ഷേ ഈ വികസന നായകന്മാരിവിടെ മതിച്ച് വളരുമ്പോൾ 30 വർഷമായിട്ടൊരു MP ഉണ്ട്, ഒരു തീപ്പെട്ടി കമ്പനി പോലും ഉണ്ടാക്കി. 15 കൊല്ലക്കാലം ഒരു MLA ഉണ്ടായിരുന്നു, 2 പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായി, ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്. ഒരു തീപ്പെട്ടി കമ്പനി പോലും ഉണ്ടാക്കിയില്ല. ഇപ്പൊ 2000 കോടി രൂപയുടെ എന്തോ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ കനാലിലെ പോള പോലും വാരാത്ത എന്ത് വികസനമാണ് ഈ ആലപ്പുഴയ്ക്ക് ഉണ്ടായത്? MLAക്ക് നല്ല വികസനം ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ തെരുവിലൂടെ പോകുമ്പോൾ ചോരുകൾ നോക്കി അറിയാം MLA എത്രമാത്രം വികസിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ വൈറ്റമിൻ A പ്ലാന്റ് ഇപ്പോൾ ഉണ്ടോ? എക്സൽ ഗ്ലാസ് ഫാക്ടറി ഉണ്ടോ? ഓട്ടോ കാസ്റ്റ് ജീവിച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ സ്കൂട്ടേഴ്സ് കേരള ജീവിച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ KSTPയുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ആലപ്പുഴ പട്ടണത്തിൽ ഒരു ടൗൺ ഹാൾ ഉണ്ടല്ലോ, ആ ടൗൺ ഹാളിനകത്ത് 250 ലോറി തെരുവിൽ നിന്ന് വാരിയെടുക്കുന്ന മാലിന്യം കൊണ്ട് നിറച്ചു വെച്ചിട്ടുണ്ട്. 250 ലോറി വേണം അതവിടുന്ന് എടുത്തു മാറ്റാൻ. മാലിന്യത്തിന്റെ ഗോഡൗൺ. ഏറ്റവും വലിയ വികസനം എന്ന് ഇവിടെ പറയുന്ന EMS സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിനകത്തൊരു മനുഷ്യൻ കാലെടുത്ത് കുത്തുപോകും. മയക്കുമരുന്ന് കച്ചവടക്കാരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്മാരും സാമൂഹ്യ വിരുദ്ധന്മാരും അഴിഞ്ഞാടുന്ന ഒരു കുട്ടിയും കോലും പോലും കളിക്കാൻ പറ്റാത്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റേഡിയം. നമ്മുടെ നാട് നശിച്ച് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയായാലും കയർത്തൊഴിലാളിയായാലും കർഷക തൊഴിലാളിയായാലും അവന് 10-15 ലക്ഷം രൂപ മുടക്കി ഒരു ചികിത്സ നടത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി 10,000 കോടി രൂപ മുടക്കി നമുക്കുണ്ടാക്കിയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് പാരസെറ്റമോൾ ഗുളിക പോലും കിട്ടില്ല. ഒരു ഓപ്പറേഷൻ നടത്താൻ പറ്റില്ല. ഏതെങ്കിലും ഒരു രോഗി മരിച്ചാൽ മൂക്കി പഞ്ഞി വെക്കണമെങ്കിൽ അവന്റെ ബന്ധുക്കൾ പുറത്തു പോയി പഞ്ഞി വാങ്ങിച്ചു കൊടുക്കണം. അത്ര ദയനീയമായൊരവസ്ഥ. അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ ഒരു ശവപ്പറമ്പാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ പോരാട്ടം നമ്മൾ തുടരും വിജയം വരെ. നമ്മുടെ നാട്ടിൽ വ്യവസായങ്ങൾ ഉണ്ടാവണം, നമ്മുടെ നാട്ടിൽ IT പാർക്കുകൾ ഉണ്ടാവണം, ടൂറിസം പാക്കേജുകൾ ഉണ്ടാവണം. മത്സ്യമേഖലയിൽ, കയർ മേഖലയിൽ, പ്രത്യേകിച്ച് കയർ മേഖല, ആ മേഖലയാണ് നമ്മുടെ നട്ടെല്ല്. ആ മേഖല തകർന്ന് തരിപ്പണമായിരിക്കും. നിങ്ങൾ കയപ്പെട്ടിപ്പോയി നോക്കണം, കുറച്ച് തുരുമ്പെടുത്ത് നശിച്ചു കിടക്കുന്ന കയറുകെട്ടുകൾ മാത്രമുണ്ട്. നിങ്ങൾ ഹോമാറ്റീസിൽ പോയി നോക്കണം, നിങ്ങൾ കയർ കോർപ്പറേഷൻ പോയി നോക്കണം. ശവപ്പറമ്പാണ് ശവപ്പറമ്പ്. ഈ നാട്ടിൽ ആ വ്യവസായത്തെ പൂർവാധികം ഭംഗിയായി രക്ഷപ്പെടുത്തി